Dear students, Kerala Engineering എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആദ്യം. എ ട്രാവലിംഗ് വേവ് ഇൻ എ മീഡിയം ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ that is y is equal to a sin omega t minus kx. The maximum acceleration of the particle in the medium is. അപ്പോൾ നമ്മളൊരു വേവ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ഓരോ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ദാറ്റ് പാർട്ടിക്കിൾസ് ആർ വൈബ്രേറ്റിംഗ് ദയർ ലൈക്ക് എ SHM. അപ്പോൾ ആ SHMസിൻ്റെ മാക്സിമം ആക്സിലറേഷനാണ് നമ്മളുടെ ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു y is equal to so much ആയതുകൊണ്ട് the velocity എന്ന് പറയുന്നത് is the first differential of that displacement. We get the value as a omega സൈനിൻ്റെ ഡിഫറൻഷ്യൽ ആകുമ്പോൾ കോസ് ഒമേഗ ടി മൈനസ് കേസ് ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ ആയതുകൊണ്ടാണ് ഒമേഗ വന്നത്. അവിടെ നിന്ന് നമുക്ക് ആക്സിലറേഷനിലേക്ക് നമ്മൾ മാറുമ്പോൾ ഇവനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് സൈനായിട്ട് മാറുന്നു, പക്ഷേ മൈനസ് സൈൻ വരുന്നു, ഒരു ഒമേഗ കൂടെ വരുന്നുണ്ട്. സോ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി മൈനസ് കെ ഇൻറ്റു എക്സ്. സോ ആക്സിലറേഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ സൈനിൻ്റെ വാല്യൂ മാക്സിമത്തിലേക്ക് വരികയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് എ ഒമേഗ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം. വി ക്യാൻ ഗോ വിത്ത് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അഗെയിൻ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടു നിയറസ്റ്റ് ഹാർമോണിക്സ് ഓഫ് ആൻ ഓർഗൻ പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് ദ എൻഡ്സ് ആർ 200 and 240 Hz. The fundamental frequency is. അപ്പം ഓപ്പണായിട്ടുള്ള ഒരു ഓർഗൻ പൈപ്പാണ് നമ്മളോട് പറഞ്ഞിരിക്കുക. അപ്പോൾ സ്വാഭാവികപരമായിട്ടും അതിൻ്റെ റിലേഷൻസ് എല്ലാം തന്നെ സ്റ്റാർട്ടിംഗ് വേവ് പാറ്റേൺ ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന് ഇക്വലൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാ ഹാർമോണിക്സും അവിടെ പ്രസൻ്റ് ആണെന്നുള്ള കൺസെപ്റ്റ് ഓർക്കുക. അപ്പോൾ അതിൽ ലോവസ്റ്റ് ഹാർമോണിക്കാണ് 200 അല്ലേ. അപ്പോൾ എല്ലാ ഹാർമോണിക്സിലെ എന്ത് ഹാർമോണിക്കായിട്ട് നമുക്കെടുത്താൽ n ടൈംസ് ഓഫ് ദാറ്റ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 200-ഉം അതിനേക്കാൾ തൊട്ടടുത്തത് എല്ലാ ഹാർമോണിക്സും ഉള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം n+1 into f0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 240. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ n/n+1 is equal to 200/240. 0 ക്യാൻസൽ ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഈക്വൽ ടു, അപ്പോൾ വീണ്ടും 2 കൊണ്ടാണെങ്കിൽ 10/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/6 ആയിട്ട് വരുന്നു. നമുക്കിത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടു ബി 6n is equal to then 5n + 5. 6n - 5n is what? n is equal to 5. അപ്പോൾ n എന്ന് പറയുന്നത് 5 ആയിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്. We can use this relation. So f0 equal to 200 division by n. n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 5 ആണ്. So you get the answer as is equal to a choice as 40 Hz. സോ നമ്മൾ ഓർഗൺ പൈപ്പ് അത് ക്ലോസ്ഡ് ആയിക്കൊള്ളട്ടെ ഓപ്പൺ ആയിക്കൊള്ളട്ടെ കൃത്യതയോടെ നമ്മൾ ശ്രദ്ധിച്ച് ഇക്വേഷൻസ് പുട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും. അടുത്ത വീണ്ടും 2020 തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 strings of the same material. അപ്പോൾ ആ നമ്മുടെ സ്ട്രിങ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കണ്ടീഷനുകളാണ്. അത് സെയിം മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിരിക്കുക. ആൻഡ് സെയിം ലെങ്ത് ആർ ഗിവൺ ഈക്വൽ ടെൻഷൻ. അപ്പോൾ സെയിം മെറ്റീരിയൽ, സെയിം ലെങ്ത് ആൻഡ് ഓൾസോ സെയിം ടെൻഷൻ. ഇഫ് ദേ ആർ വൈബ്രേറ്റിംഗ് വിത്ത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീസ് ഏതൊക്കെയാണ്? 1600 Hz. സോ ആദ്യത്തേത്, രണ്ടാമത്തേത് 900 Hz ആണെങ്കിൽ ദ റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് ഡയമീറ്റേഴ്സ്. സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് സേ NA ആൻഡ് NB ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോ ആയിരിക്കണം.
നമുക്കറിയാം ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വൈബ്രേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/2L. അവിടെ തന്നെ നമ്മൾ ഓർമ്മയിരിക്കണം ദാറ്റ് വെലോസിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ represented to be root t division by that linear density. ഇവിടെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലെങ്തും ടെൻഷനും ഒക്കെ കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക അല്ലേ. സോ എൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് പറയാം 1/that മ്യൂ ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ അവിടെ ഓർത്തിരിക്കണം എന്താണ് മ്യൂ എന്ന് പറയുന്നത്. മ്യൂ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു that linear density, that is mass division by length എന്നാണ് പറയുക. അവിടെ മാസ് എന്ന് പറയുന്നത് we can write it to be density into area into length. So that is a very important by L. അപ്പോൾ നമുക്ക് L നമുക്ക് ക്യാൻസൽ ആക്കി പറയാം. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ഡെൻസിറ്റി സെയിം ആണ്. അപ്പോൾ അവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത് ഏരിയ ആയിരിക്കും. സോ നമുക്ക് ഡയമീറ്ററിൻ്റെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ റേഡിയസ് πr² ആയിട്ട് നമുക്ക് എഴുതാം. സോ ഉറപ്പിച്ച് നമുക്ക് പറയാം മ്യൂ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു d² ആണ്. സോ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√d². സോ സിമ്പിളായിട്ട് നമുക്ക് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ en പ്രൊപ്പോർഷണൽ ടു 1/d. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസിലായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്താൽ NA/NP എന്ന് പറയുന്നത് DB ഡിവിഷൻ ബൈ DA ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് DA/DB ആണ്. DA/DB ഈസ് ഈക്വൽ ടു വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വൽ ടു NB ഡിവിഷൻ ബൈ NA. എന്താണ് രണ്ടാമത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? That is given as is equal to 16. Yes, നമുക്ക് വേണ്ടത് DA/DB ആണ്. സോ NP/NA ആണ്. NP എന്ന് പറയുന്നത് എത്രയാണ്? Here it is given that NP take the value that is equal to 900. That division by that is 1600. 0 cancel, so we get the answer as 9/16. So 9/16 as a DA/DB. So we get the answer as a E as the choice. So we can move with the next one, number 4th one, again 2020. അപ്പോൾ നമ്മൾ 2020 തന്നെ 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതായിട്ട് കണ്ടിരിക്കുക. വളരെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ്. An object moving in a straight line with a velocity 100 m/s goes past a stationary observer. അപ്പോൾ നമ്മുടെ ഇത് ഒരു സ്റ്റേഷനറി ഒബ്സർവറായിട്ട് നമുക്കെടുക്കാം. ദാറ്റ് ഈസ് എ ഡിറ്റക്ടർ. ഓക്കെ, ഫൈൻ. ആൻഡ് നമ്മളുടെ one object is moving, that is with a velocity. So velocity of the source, that object velocity is given as 100 m/s, and ഇത് ഇങ്ങനെ കടന്നു പോവുകയാണ്. Good. If the object emits a frequency, the frequency is given as 400 Hz while moving. The change in the frequency noted by the observer as the object goes past him. Change in frequency ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. Then the speed of air, it is given as 300 m/s. അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം that object is approaches എന്നാണ് പറയാം. ഇവിടെ recedes എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും ഫ്രീക്വൻസി കൂടുകയാണ്. വി നോ ദ കൺസെപ്റ്റ് as is equal to say F1 എന്നാണ് നമ്മൾ പറയുകയാണെങ്കിൽ v, the velocity of the sound by v minus the velocity of the source, that much into that frequency f. So that is equal to, നമുക്ക് അറിയാം that velocity that is given as 300, the division by 300 minus that 100 is the velocity of the source into f is nothing but equal to 400. So 300 by that 200 into 400, so that is equal to 600 Hz ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ കേസിലേക്ക് നമുക്ക് മൂവ് ചെയ്താൽ എങ്ങനെയാണ്? അവിടുത്തെ കേസിൽ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? F2 എന്ന് പറയുമ്പോൾ we can write to be equal to v by v plus vs
into that frequency. So that is equal to 300 division by that 300 plus 100, that much into 400. So that is equal to 300 division by that 400 into 400. So we get the answer as is equal to 300. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്താണ് ആ സ്റ്റേഷനറി ഓബ്ജക്റ്റ് ഒബ്സർവ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ F1 മൈനസ് F2 ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 600 മൈനസ് 300 and we get the value as is equal to 300 hertz. So that is a very important one and we get B as the answer. We can move with the fifth question. A train sounds, but that is from 2019. A train sounds its whistle as it approaches an observer standing at a point near the track. The observer measures a frequency 216 Hz as the train approaches and the frequency of 184 the train leaves. What is the frequency of its whistle? അപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ഫ്രീക്വൻസി നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ട മാതിരി തന്നെ എ എന്ന് പറയുന്നത് വി മൈനസ് വി എസ് ഇൻറ്റു ദാറ്റ് ഒറിജിനൽ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് എഫ് എ ബൈ എഫ് എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി വി ബൈ വി മൈനസ് വി എസ്. അതേപോലെ തന്നെ നമുക്ക് ലീവ്സിൻ്റെ കൺസെപ്റ്റ് വരുമ്പോൾ we can write it to be v by v plus vs into f. So ഇവിടെയും നമുക്ക് fl ഡിവിഷൻ ബൈ f എന്ന് പറയുന്നത് v by v plus vs എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ തരത്തിലേക്ക് വരണം ഈസിയോടെ എത്താൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ലുക്ക്, ഇറ്റ് ഈസ് ഗിവൺ നമ്മുടെ എഫ് എ ഇറ്റ് ഈസ് ഗിവൺ ആസ് ദാറ്റ്. ഓക്കെ, ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എഫ് എ ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 216. അപ്പോൾ വി മൈനസ് വി എസ് ബൈ വി എന്ന് പറയുമ്പോൾ വി ബൈ വി 1 ആയിട്ട് കിട്ടുകയാണ്, മൈനസ് വി എസ് ബൈ വി ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. സോ വി എസ് ബൈ വി എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി 1 മൈനസ് എഫ് ബൈ 216. ഇതേ പാറ്റേണിലേക്ക് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ എഫ് ഡിവിഷൻ ബൈ 184 ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബൈ 184 ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ടു ബി വി പ്ലസ് വി എസ് ബൈ വി. അത് നമുക്ക് 1 പ്ലസ് വി എസ് ബൈ വി ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് വി എസ് ബൈ വി എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി എഫ് ഡിവിഷൻ ബൈ 184 മൈനസ് 1. യെസ്, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നോക്കൂ, ദാറ്റ് ഈസ് 1 മൈനസ് എഫ് ബൈ 216 ഈക്വൽ ടു എഫ് ബൈ 184 മൈനസ് 1. സോ മൈനസ് it will become 2 that is equal to എഫ് ഇൻറ്റു ഇത് മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ്സിലേക്ക് മാറുകയാണ്. So f by 184 plus f division by 216. So that is equal to f into that 216 plus 184 division by 184 into 216. So our aim is to find what is f. That is equal to 2 into 184 into 216. That division by 216 plus 184. Solve ചെയ്യുമ്പോൾ we get the value of 198.72, roughly speaking 200 hertz. So we can take E as the answer. നമ്മുടെ ഡോപ്ലർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പക്ഷേ ഇക്വേഷൻസും അതിൽ കൊടുക്കുന്ന സൈൻ കൺവെൻഷൻസും കൃത്യമായിട്ട് ഓർത്തിരിക്കുവാൻ ശ്രദ്ധിക്കുക. We can move with the question number 6th one, 2019 ചോദിച്ചത്. A wave along a string has the following equation as y is equal to 0.05 sine 28t minus 2x. What are the amplitude, frequency and wavelength? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യതയോടെ പറയാൻ പറ്റും. സോ എ ഈസ് ഈക്വൽ ടു
0.05 മീറ്റർ. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ജനറൽ റിലേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ഒമേഗ ടി മൈനസ് കെ ഇൻറ്റു എക്സ്. അപ്പോൾ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒമേഗയ്ക്ക് തുല്യമായിട്ടിരിക്കുന്നത് ഇവിടെ 28 ആണ്. സോ വി ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഒമേഗ ആസ് 2 pi into f, that is equal to 28. So we get for f is equal to 28 division by 2 pi. So that is equal to 28 by that is 14 by 3.14, and we get the answer 4.456. So that is a very good concept. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ഫസ്റ്റ് ചോയ്സിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ബട്ട് വി ക്യാൻ മൂവ് വിത്ത് ദെൻ ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത് തരുന്നത് നമ്മുടെ പ്രൊപ്പഗേഷൻ വെക്ടറിലൂടെ ആയിരിക്കും. സോ ഇവിടെ കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 2, ദാറ്റ് ഈസ് 2 pi by lambda equal to 2. സോ lambda is equal to pi ആയിട്ട് നമുക്കെടുക്കാം റഫ്ലി 3.518. സോ എ is the answer for the problem. So we can move with the 7th question, 2019. A bat emits an ultrasonic sound at 33 kilohertz and receives an echo 0.1 second later. What is the distance of the bat from the object producing echo? So നമ്മളിപ്പോൾ ബാറ്റ് ഇതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന സൗണ്ട് ഓബ്ജക്റ്റിൽ വന്നിടിച്ച് തിരിച്ച് ഇവിടെ എത്തുന്ന സമയം. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ആ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 2x ആണ്. അപ്പോൾ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാം ദാറ്റ് 2x ഡിസ്റ്റൻസ് ഡിവിഷൻ ബൈ ദാറ്റ് വെലോസിറ്റി ഓഫ് ദ സൗണ്ട്. ഇത് പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് എ VT ഡിവിഷൻ ബൈ 2. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്, സോണാറിലെല്ലാം അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ്. That velocity that is given as is equal to 330 into the time as a 0.1, that division by that is a 2, so 33 by 2, so that is given as is equal to 16.5 meter. So that is answer for the 7th question. So we can move with question number 8 from 2018. A pipe of 1 meter length is closed at one end, so that is the structure with a 1 meter in length. Good. Taking the speed of sound in air as 320 meter per second, the air column in the pipe cannot resonate for the frequency in hertz. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഉറപ്പായിട്ടും ഇതൊരു ക്ലോസ്ഡ് വൺ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികപരമായിട്ടും ഓഡ് ഹാർമോണിക്സുകൾ മാത്രമേ പോസിബിൾ ഉള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ ആണെങ്കിൽ അത് കഴിഞ്ഞാൽ അത് F3-ഉം F5-ഉം F7-ഉം F9-ഉം അങ്ങനെ വരുന്ന ഓഡ് ഹാർമോണിക്സുകൾ മാത്രമേ പോസിബിൾ ഉള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ വിനോ വി ഡിവിഷൻ ബൈ 4L ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് ഇവിടെ 320 ആയിട്ടാണ് നമ്മളോട് പറയുക, ഡിവിഷൻ ബൈ 4 into 1 meter. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലി വി ക്യാൻ സേ 80 ഹെഡ്സ് ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തേർഡ് ഹാർമോണിക്സ് എന്ന് പറയുമ്പോൾ 3 into 80 ആയിട്ട് മാറുകയാണ്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 240. ഇതാണ് അവൈലബിൾ ആകുന്നത്. അടുത്തത് നമുക്ക് പറയാം ഇറ്റ് ഈസ് ഈക്വൽ ടു 5 into that is 8, so equal to 400. Next one F7 ആണ്. So 7 into 80, so that is equal to 560. അതേപോലെ F8, so 8 into 80, 640. അതേപോലെ F9 we can say that is equal to 80, 9 into 80, so that is equal to 720. So that is a very important one. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പറയാം, ലുക്ക്, അപ്പോൾ 80 പോസിബിൾ ആണ്, 240, 400, 560, 640, 720. 720 ഉണ്ട്, 560 ഉണ്ട്, 240 ഉണ്ട്, ബട്ട് 160 ഈസ് നോട്ട് ദേ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബി ആണ് ആൻസർ ഫോർ ദ ആൻസർ ഐറ്റം. സോ ഇറ്റ് ഈസ് ദ കനോട്ട് റെസോണേറ്റ് വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് 160 ഫോർ ദ കേസ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 9. The maximum transverse velocity and maximum transverse acceleration of a harmonic wave in one-dimensional string are. So that is maximum transverse velocity, that is already നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് a omega എന്നാണ്, that is 1 meter per second, and that
maximum transverse acceleration. So in modulus a omega square is given as 1. Then the phase velocity of the wave, that is omega by k, the velocity with which it propagates, so that is given as is equal to 1 meter per second. അങ്ങനെയാണെങ്കിൽ വേവ് ഫോം എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പോൾ സാധാരണ നമുക്ക് ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്നതിനെ വേവിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് y is equal to a sin k x മൈനസ് ഒമേഗ ടി എന്നാണ്. അപ്പോൾ അതിലാദ്യം വേണ്ടത് ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ചാണ്, പിന്നെ k വേണം, നമുക്ക് ഒമേഗ വേണം. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സേ ദ സെക്കൻഡ് ബൈ 1 എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നാൽ ഉറപ്പിച്ച് പറയാം ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഒമേഗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 2π ബൈ ടൈം പീരീഡാണ് 1 എന്ന് പറയാം. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π ആയിട്ട് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടത് വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ബൈ കെ ആണ്. അപ്പോൾ ഒമേഗ തന്നെ ആയിരിക്കണം കെയുടെ വാല്യൂ. സോ ദാറ്റ് ഷുഡ് ബി 2π എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കൺസെപ്റ്റ് ടൈം പീരീഡ് 2π അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിലെ സിമ്പിളായിട്ട് കെ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2π ബൈ ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ആയിട്ടാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുക. ഒമേഗയുടെ വാല്യൂ എന്താണ്? 1 എന്നാണ് തന്നിരിക്കുക. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൊടുത്താൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗയുടെ വാല്യൂ 1 ആണെങ്കിൽ എയുടെ വാല്യൂ എന്താവും? 1 ആവും. സോ 1 ഇൻറ്റു സൈൻ ഓഫ് കെയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഒമേഗയുടെ വാല്യൂ 1 ആണ്. സോ വി ക്യാൻ സേ എ as the answer for the question. We can move with the question number 10. Consider a wire with a density rho and stress sigma. For the same density, if the stress increases to 2 times, the speed of transverse waves along the wire changes by. നമുക്കറിയാം സാധാരണ രൂപത്തിൽ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ദ സ്ട്രെസ് ഓർ ദ പ്രഷർ ഡിവിഷൻ ബൈ റോ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡെൻസിറ്റി റിമൈൻസ് ദ സെയിം ബട്ട് പ്രഷറിന് ചേഞ്ച് വരികയാണ്. സോ നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷനായിട്ട് V1 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടു ബി ഈസ് ഈക്വൽ ടു പി ഡാഷ് ഡിവിഷൻ ബൈ റോ. അപ്പോൾ രണ്ട് കേസസ് എന്ന് പറയുമ്പോൾ വി ഡാഷ് ബൈ വി ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു റൂട്ട് പി ഡാഷ് ബൈ പി ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് പി ഡാഷ് ബൈ നമുക്ക് പി ഡാഷ് ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് 2 times ഓഫ് ദാറ്റ് ഇനിഷ്യൽ. So PP cancel and become the value root 2. So V dash should take the value as a root 2 times of V ആയിട്ട് അത് മാറുകയാണ്. So that is the answer. We can move with the next one, number 11. A cylindrical tube open at both the ends has a fundamental frequency n. If one of the ends is closed, the fundamental frequency will become. സോ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഓപ്പൺ അറ്റ് എൻഡ് എന്നാണ്. ദെൻ എൽ ആണ് അവൻ്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് അവൻ്റെ ഫസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/2L ആയിട്ട് നമുക്ക് പറയാം. അതിൻ്റെ തന്നെ ഒരു ലെങ്ത് അങ്ങ് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ദാറ്റ് എൻ ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് പറയാം V/4L. പക്ഷേ ഈ റിലേഷനിൽ നിന്ന് നമുക്കറിയാം V/n എന്ന് പറയുന്നത് 2n ആയിട്ട് മാറുകയാണ്. സോ 2n/4 വി get the answer as n/2. So A is the answer for the problem. So we can move with the question number 12. Consider a system of gas of a diatomic molecule in which the speed of sound at 0 degrees Celsius, that is 273 Kelvin, is 1260 meter per second. Then the molecular weight of the gas is given the capital R, take the value as 8.314. Look, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് നമ്മുടെ RMSൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സിംപ്ലി വി നോ ദ റിലേഷൻ ആസ് ഇസ് ഈക്വൽ ടു ഗാമ പി ബൈ റോ. ദ സ്പീഡ് ഓഫ് ദ വേവ് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇവിടെ RMS അല്ല, സ്പീഡ് ഓഫ് ദ വേവ് ആണ് റൂട്ട് ഗാമ പി ബൈ റോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ടൈംസ് നമുക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നതിനെ നമുക്ക് മാസ് ബൈ വോളിയമായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട റിലേഷനാണ് ഐഡിയൽ ഗ്യാസ് റിലേഷൻ. പി വി എന്ന് പറയുന്നത്
സിമ്പിളായിട്ട് നമുക്ക് എൻ ഇൻറ്റു ആർ ടി ഡിവിഷൻ ബൈ എം ആയിട്ട് നമുക്ക് എടുക്കാം. സോ അവിടെയും നമ്മുടെ മനസ്സിലേക്ക് ഓർക്കണം, നമ്മുടെ ക്യാപിറ്റൽ എം എന്ന് പറയുന്ന മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് സ്മോൾ എം ഡിവിഷൻ ബൈ എൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ എം ബൈ എൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ റിലേഷൻ നമുക്ക് ഗാമ ആർ ടി ഡിവിഷൻ ബൈ ക്യാപിറ്റൽ എം ആയിട്ട് പറയും. അതാണ് സ്പീഡ് എന്ന് നമ്മളോട് പറയാം. ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ദ റിലേഷൻ ബിക്കം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഗാമ ആർ ടി ഡിവിഷൻ ബൈ ക്യാപിറ്റൽ എം. സോ അത് ബേസ് ചെയ്തിട്ട് we get the relation for that m is equal to gamma rt, that division by v square. So that is equal to എന്താണ് gamma എന്ന് പറയുന്നത് 7/5 into that r as 8.31 into t എന്ന് പറയുന്നത് 273, that division by velocity it is given as 1260 square. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ we get the value as 2 into 10 to the power of minus 3 kilogram, that is equal to 2 gram. So A is the answer. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ 13. A transverse wave that is propagating on a stretched string whose mass per unit length is 32 gram per meter, tension 80, the speed of the wave. സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ടെൻഷൻ ബൈ മ്യൂ ആയിട്ടാണ് നമ്മൾ പറയാം. ഇവിടെ ടെൻഷൻ എന്ന് പറയുന്നത് 80 ന്യൂട്ടൺ ആണ്, മ്യൂ എന്ന് പറയുന്നത് 32 ഗ്രാം ആണ്. സോ 10 to the power of minus 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദാറ്റ് ഈസ് 80/32. അപ്പോൾ അങ്ങനെയാണെങ്കിൽ so we can write it to be this 10 raised to minus 3 here, so it becomes 8/32 into 10 to the power of 4. So 8 to 32 will 4 ആണ്. So that is equal to 1/2 times of 10 square. So 100/2 we get the answer as 50 meter per second. E is the answer. So the 14th question. Consider the propagation of sound with a velocity 330 meter per second in a pipe of length 1.5 meter with one end closed and the other open. So ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത്. അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 330 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അവൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. ദ ഫ്രീക്വൻസി അസോസിയേറ്റഡ് വിത്ത് ദ ഫണ്ടമെൻ്റൽ മോഡ്, സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു f0 എന്ന് പറയുന്നത് b/4 into l എന്നാണ്. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് 330 ഡിവിഷൻ ബൈ 4 ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 1.5 ആണ്. സോ ഓൺ സോൾവിങ് വി ഗെറ്റ് ദ ആൻസർ as 55 ഹെർട്സ്. സോ b is the answer. So we can move with the 15th one. A standing wave propagating with a velocity of 300 meter per second in an open pipe of length 4 meter has 4 nodes. The frequency of the wave is. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട സ്ട്രക്ചർ 4 നോട്ട്സ് ഉള്ള ഒരു ഓപ്പൺ ട്യൂബ്. ലുക്ക് ഹിയർ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇതുവരെയുള്ള ഒരു ട്യൂബാണ് എന്നിരിക്കട്ടെ. യെസ്, അപ്പോൾ ഇവിടെ 4 നോട്ട്സേ പോസിബിൾ ഉള്ളൂ എന്നൊരു കൺസെപ്റ്റാണ് ആദ്യമേ പറയുന്നത്. സോ നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന സ്റ്റാൻഡിങ് വേവ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ 4 നോട്ട്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഒരു സ്ട്രക്ചറായിട്ട് എടുത്ത λ/2 ആണ്. അങ്ങനെ 1 2 3 into 4. സോ 4 നോട്ട്സ് 4 λ/2. സോ 4 into λ/2 ആണ് ലെങ്ത് ആയിട്ട് ഇവിടെ പറയുന്നത്. എന്ന് പറയുമ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 2 λ ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് ഡിവിഷൻ ബൈ ദാറ്റ് λ ആണ്. സോ λ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു L/2 ആയിട്ട് മാറുന്നു. വെലോസിറ്റി എന്ന് പറയുന്നത് 300, ദ ഡിവിഷൻ ബൈ ലെങ്ത് 4 മീറ്റർ എന്നാണ് പറയുക. സോ 4 into 2, so 6, that is 300/2. So we get the answer as 150 hertz. C is the answer. So it is a good concept.
വേവ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്കോർ നൽകാൻ സഹായിക്കും. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.